കൊലക്കേസ് പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷം സുഹൃത്തിൻ്റെ അമ്മയും വെട്ടിക്കൊന്നു. പാലക്കാട് പോത്തുണ്ടിയിൽ നിന്നാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്, രാവിലെ 10 മണിക്കാണ് ഈ സംഭവം. കേരളത്തെ ഞടുക്കിയ ഒരു സംഭവം തന്നെയാണ്. കാരണം അത് മനസ്സിലാക്കുമ്പം നമ്മുടെ പോലീസിൻ്റെ കഴിവുകേടിനെ പറ്റിയാണ് ചിന്ത വരുന്നത്. പാലക്കാട്ടെ എസ് പിയും അവിടുത്തെ DYSPയും ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വരും. പോത്തുണ്ടി ബോയൻ കോളനിയിൽ 2019 ഒരു കൊലപാതകം ഉണ്ടായി. അവിടെ സജിത എന്ന ഒരു വീട്ടമ്മയെ അയൽവക്കത്തുള്ള ചെന്താമര എന്ന് വിളിക്കുന്ന ആൾ വെട്ടിക്കൊന്നു. സജിതയുടെ ഭർത്താവ് സുധാകരൻ്റെ അമ്മയാണ് ഇപ്പോൾ വെട്ടിക്കൊന്നത്. 2019 തൻ്റെ ഭാര്യയും താനുമായിട്ട് പിണങ്ങാൻ കാരണം ചെന്താമര വിചാരിക്കുന്നത് തൻ്റെ വീടിനടുത്തുള്ള സജിത എന്ന സ്ത്രീയുടെ നുണ പറച്ചിൽ കൊണ്ടാണ് എന്ന് അയാൾ കരുതി സജിതയെ 2019 ആ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. ആ കേസിന് ഇയാളെ അറസ്റ്റ് ചെയ്തു. 2025 അതിൻ്റെ ട്രയൽ തുടങ്ങാനിരിക്കുകയാണ്. ഇയാൾ 4 വർഷം റിമാൻഡിൽ കിടന്നു. 4-5 വർഷത്തോളം റിമാൻഡിലായെന്ന് പറയും. അതിനുശേഷം അയാൾ ജാമ്യത്തിൽ കഷ്ടപ്പെട്ടിറങ്ങി. ഇപ്പം ഇറങ്ങിയിട്ട് 2 മാസമായി. അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷവും ഒരു കൊടുവാളുമായിട്ട് ആ വഴി നടക്കുന്നുണ്ട്. സജിതയുടെ ഭർത്താവിനെ കൊല്ലും, അവരുടെ അമ്മയും കൊല്ലും എന്ന് പറഞ്ഞ് നടക്കുകയാണ്. സജിതയുടെ മകളുണ്ട്. ആ കുട്ടി ഇവനെ പേടിച്ച് അവരുടെ ബന്ധുവിൻ്റെ വീട്ടിലാണ്. ആ പോത്തുണ്ടി പോലീസിലും അവിടെ കൊണ്ടുപോയി പരാതി കൊടുത്തു. സുധാകരനും അയാളുടെ അമ്മ ലക്ഷ്മിക്ക് 75 വയസ്സുണ്ട്. സുധാകരന് 56 വയസ്സുണ്ട്. സുധാകരൻ്റെ ഭാര്യ സരിതയാണ് ആ വീട്ടിൽ കയറി സംശയിച്ച് ഇയാൾ വെട്ടിക്കൊന്നത്. ചെന്താമര ഇപ്പം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 മാസമായി. അതിനുശേഷം ഇയാൾ കൊടുവാളുമായിട്ട് പലരെടുത്ത് ചുറ്റി സഞ്ചരിച്ച് പറഞ്ഞു ഇവരെ രണ്ടുപേരെയും കൊന്നുകളയും. അയാളോട് കയർക്കുന്നവരെയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെയും ഇയാൾ കൊടുവാൾ ഓങ്ങിക്കാണിക്കും. എന്തായാലും ഭീതി ജനിപ്പിച്ചുകൊണ്ടാണ് ഇയാൾ പോത്തുണ്ടി ബോയൻ കോളനിയും പരിസരത്തും നടന്നത്. അവിടുത്തെ പോലീസിന് കേസ് കൊടുത്തു. അവിടുത്തെ SHOയ്ക്ക് പല പ്രാവശ്യം അവർ പെറ്റീഷൻ കൊടുത്തു, തങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പോലീസ് ഇയാളെ വിളിപ്പിച്ച് അയാളെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. വാൺ ചെയ്തെന്ന് പറഞ്ഞാൽ അതൊന്നും ഏൽക്കില്ല. ഇയാൾ കൊലപാതകം നടത്താൻ വേണ്ടി നടക്കുന്ന മനുഷ്യനാണ്. അത് എന്തുകൊണ്ട് പോലീസിന് മനസ്സിലായില്ല? കാരണം അയൽവക്കത്തുള്ള സ്ത്രീ തൻ്റെ ഭാര്യയും താനും തമ്മിലുള്ള പിണക്കത്തിൻ്റെ ഒരു കാരണക്കാരിയാണ് എന്ന് പറഞ്ഞ് അവർ നുണ പറഞ്ഞിട്ടാണ് എന്നൊക്കെ ചിന്തിക്കുന്നവന് ആ സ്ത്രീയെ വെട്ടിക്കൊല്ലുകയും ഇപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ അമ്മയും കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കും. അവർ വീടിൻ്റെ അടുത്തൂടെ വാളുമായിട്ട് തക്കം പാർത്ത് നടക്കുന്നത് നാട്ടുകാർ മുഴുവൻ കണ്ടു. അത് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും പ്രായമുള്ളവരെയും ഇവൻ വെട്ടുകത്തി ഓങ്ങി കാണിക്കും. ഇതിനെന്താ പ്രതിവിധി? പ്രിവെൻറ്റീവ് അറസ്റ്റല്ലേ ഉള്ളൂ. അത് പോലീസ് ചെയ്തില്ല. അവനെ വിളിച്ച് വാൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്തൊരു വാണിങ്? ഒരു കൊലക്കേസ് പ്രതിയെ അയാളെ വാൺ ചെയ്താൽ എന്ത് മാറ്റമാണ് അവനുണ്ടാകുന്നത്? പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്യണ്ടേ? ഇവൻ വെട്ടുകത്തിയായിട്ട് നടക്കില്ലേ? അത് ചെയ്തില്ല. അതിന് പകരം കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ആ വീട്ടിൽ കയറി സുധാകരനെ വെട്ടി നുറുക്കി. അമ്മയെ വെട്ടി അരിഞ്ഞിട്ടു. ബഹളം കേട്ട് ആൾക്കാരെല്ലാം ഓടിക്കൊഴിയുമ്പം അവിടെ വെട്ടുകത്തിയായിട്ട് നിൽക്കുന്നത് ഇറങ്ങിപ്പോകുന്നതും അവർ കണ്ടു. ആരാണ്? ചെന്താമര. നേരത്തെ സുധാകരൻ്റെ ഭാര്യയെ കൊന്നവൻ തന്നെ. ഇത്ര ക്രൂരമായ ഭീകരമായ ഒരു കൊലപാതകം അത് പ്രിവെൻറ്റ് ചെയ്യായിരുന്നു പോലീസിനെ. നാട്ടുകാർ മുഴുവൻ എതിർപ്പിൽ അവിടെ അവർ രോഷം പ്രകടിപ്പിച്ച് നിൽക്കുന്ന കണ്ടു. സുജാതയുടെ മകളുടെ വിലാപം നമ്മൾ കേട്ടു. എൻ്റെ അമ്മയെ കൊന്നു,
ഇപ്പോൾ എൻ്റെ അച്ഛനെ കൊന്നു, എൻ്റെ വല്യമ്മയെ കൊന്നു, ഞാൻ അനാഥയായി. എന്തിനാ ഈ രാജ്യത്ത് പോലീസ് എന്നാ കൊച്ചു ചോദിക്കുന്നുണ്ട്. പോലീസ് ഇതിനകത്ത് ഒരു ദയെ ഒരുത്തിൻ്റെ അടുത്തും കാണിക്കരുത്. കാരണം അയാൾ മാനസിക രോഗിയായിരിക്കാം, അല്ലെങ്കിൽ അയാൾ കൊല്ലാൻ നടക്കുന്നവനായിരിക്കാം. അതിന് പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്ത് അവനെ ജയിലിൽ വിടണ്ടേ, പുതിയൊരു കേസെടുക്കണ്ടേ? അവൻ ജാമ്യത്തിൽ കൊടുത്തെങ്കിലും ആ കേസിനല്ലേ ജാമ്യമുള്ളൂ. ജാമ്യം ക്യാൻസൽ ചെയ്യണം. അതേസമയത്ത് പുതിയ കേസെടുത്തിട്ട് അവൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണം. ഒരു പ്രിവെൻറ്റീവ് അറസ്റ്റ് അത് തീർച്ചയായിട്ടും കൊല്ലും എന്ന് ഭയപ്പെട്ട് ഒരു ഗ്രാമം മുഴുവൻ നിൽക്കുകയാണ്. പോലീസ് പരാജയപ്പെട്ടു അവിടെ. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കഴിവുകേടെന്ന് തന്നെ പറയേണ്ടി വരും. അവിടുത്തെ എസ് പിക്കും കഴിവില്ല, അതിൻ്റെ DYSPയും കണ്ടില്ല. അവർ സൂപ്പർവൈസറി ലാപ്സസ് ഈ കാര്യത്തിൽ ഉണ്ടാക്കി. തീർച്ചയായിട്ടും അവർക്കെതിരായിട്ട് നടപടി ഉണ്ടാകണം. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലിരുന്നാൽ പോലീസിന് ഒരിക്കലും സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസിന് ആ കടമ നിർവഹിക്കാൻ കഴിയില്ല. അവർ ചെയ്യുന്ന കൊലക്കേസ് അല്ലെങ്കിൽ കൊലപാതകം അല്ലെങ്കിൽ ചെയ്യുന്ന കുറ്റങ്ങൾക്കെതിരായി നടപടിയെടുക്കുന്നതല്ല പോലീസിൻ്റെ ജോലി. അത് പ്രിവെൻറ്റ് ചെയ്യണം. അത് ഏറ്റവും പരമപ്രധാനമായ ഒരു ഡ്യൂട്ടിയാണ് പോലീസിൻ്റെ. അത് കേരളത്തിലെ പോലീസുകാർക്ക് അറിവില്ലെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇയാളുടെ ജാമ്യം ക്യാൻസൽ ചെയ്യുകയും ക്യാൻസൽ ചെയ്യുന്ന മാത്രമല്ല, പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്ത് ഇവനെ ആദ്യം റിമാൻഡ് ചെയ്യണ്ടേ, അത് ചെയ്തില്ല. റിമാൻഡ് ചെയ്തിട്ട് ജാമ്യം ക്യാൻസൽ ചെയ്യണം. അല്ലാതെ ചിലപ്പം കോടതി ജാമ്യം കൊടുത്ത സ്ഥിതിക്ക് കോടതിയിൽ അവിടെ തക്കതായ രീതിയിൽ ഒരു കൗണ്ടർ കൊടുത്തില്ലെങ്കിൽ ചിലപ്പം കോടതി ജാമ്യത്തിൽ നിൽക്കുന്നതിനെ ഒരിക്കലും ജാമ്യം ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് ഇയാളെ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്യണം. അതിനുള്ള ധൈര്യം വേണം, അതിനുള്ള കപ്പാസിറ്റി വേണം, അതിനുള്ള അറിവ് വേണം. ഇതൊന്നും ഉണ്ടായില്ല. ആ കൊച്ചിൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു, കൊച്ചിൻ്റെ അപ്പനെ നഷ്ടപ്പെട്ടു. ഒരു 5 വർഷത്തിന് ശേഷം 5 വർഷത്തിന് മുമ്പ് അമ്മയെ കൊന്നു, 5 വർഷം ശേഷം ഇത് അപ്പനെ കൊന്നു, വല്യമ്മയും കൊന്നു. അതിദാരുണമായ കൊലപാതകമായിരുന്നു. ആ കുട്ടിയുടെ വിലാപം കേരളം മൊത്തമായിട്ട് ഇന്ന് കേട്ടുകൊണ്ടിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ സ്ത്രീകൾ, ആ മരിച്ച സുജാതയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളും നാട്ടുകാരും അവർ പറഞ്ഞു, പോലീസിന് കഴിവില്ല, പോലീസ് ഇവരെ വിട്ടുകളാ, ഞങ്ങൾ സ്ത്രീകൾ നോക്കിക്കൊള്ളാം, അവനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും, ഞങ്ങൾ ചിലപ്പം 2-3 പേരും മരിക്കും, എന്നാലും അവനെയൊക്കെ ഞങ്ങൾ കൊല്ലും എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത്. നമുക്ക് ഇറങ്ങിയ ഒരുത്തനെ വേറെ ഒരു മാർഗ്ഗവുമില്ല. ഒന്നെങ്കിൽ അവനെ വെടിവെച്ച് കൊല്ലേണ്ടി വരുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം മനുഷ്യനെ കൊല്ലുന്നവനെ നമ്മൾ വെടിവെച്ച് കൊല്ലും, മനുഷ്യനെ കൊല്ലുന്ന കടുവയെ നമ്മളിപ്പം വെടിവെച്ച് കൊന്നു. അപ്പോൾ അതിന് പ്രിവെൻറ്റീവായിട്ട് നമുക്ക് അതിനുള്ള റൈറ്റുണ്ട്, അവകാശമുണ്ട്, പോലീസിനുമുണ്ട്. ഇവൻ കൊടുവാളായിട്ട് നടക്കുമ്പോൾ ഇവനെ കാല് വെടിവെച്ചിടേണ്ട സംഭവം തന്നെയായിരുന്നു. ആളെ കൊല്ലാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ അത് ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ ആ 2 കൊലപാതകം കൂടെ ഉണ്ടായത്. അതുകൊണ്ട് പോലീസ് ഇങ്ങനെയുള്ള കേസുകൾ ജാഗരൂകരായിരിക്കണം. ഒരു മടിയും കാണിക്കരുത്. കേരളത്തിൽ തേരാപ്പാര നടന്ന് കൊലപ്പെടുത്തി നടക്കുന്ന കുറേ ഗുണ്ടകളുണ്ട്. അവർക്കൊക്കെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ട് ബന്ധവുമുണ്ട്. അവർ യഥേഷ്ടം വിഹരിക്കുകയാണ്. ജാമ്യം കിട്ടി ചില കൊലക്കേസ് വിട്ടുപോയി, അതല്ല ചെയ്യേണ്ടത്. സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ളവരെ ജയിലിലിടാനുള്ള നിയമവ്യവസ്ഥ നമുക്കിവിടെ ഉണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ പോലീസ് തയ്യാറാണ്.